2013 UPA സർക്കാർ ഭരിക്കുന്ന സമയത്ത് IAS IPS ഓഫീസർമാരുടെ യോഗം നടക്കുകയാണ് ഡൽഹിയിൽ. അതിൽ പ്രബന്ധം അവതരിപ്പിക്കാൻ വേണ്ടി അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ചിദംബരം വിളിച്ചത് ഒരാളെ വിളിച്ചു. ആരാണെന്ന് അറിയണ്ടേ? സഖീർ നായിക്കിനെ. ഇന്ന് ഭാരതത്തിൽ വരുവാൻ ധൈര്യമില്ല. അദ്ദേഹം ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ അഭയാർത്ഥിയായി ജീവിക്കുകയാണ്. ഈ രാഷ്ട്രത്തിനെതിരെ പ്രവർത്തിച്ചതുകൊണ്ട് അത്തരം വ്യക്തികളെ കൊണ്ട് IAS ക്ലാസ് എടുപ്പിക്കുന്ന ഗതികേടിലേക്ക് എൻ്റെ ഭാരതം പോയപ്പോഴാണ് ഭഗവാൻ പറഞ്ഞ സംഭവാമി യുഗേ യുഗേ നരേന്ദ്രമോദിയുടെ രൂപത്തിൽ ആ ധർമ്മ സംരക്ഷണത്തിനു വേണ്ടിയിട്ട് രാജനൈതിക മേഖലയിൽ വലിയ ഒരു മാറ്റമുണ്ടാകുന്നത് എന്ന് നാം അറിയണം. ഇതെല്ലാം തന്നെ ഈ പവിത്രമായ ഹിന്ദുവിനെ, ഈ ധർമ്മത്തെ, ഈ സംസ്കാരത്തെ മുച്ചൂടും നശിപ്പിക്കണമെന്ന ലക്ഷ്യവുമായി പ്രവർത്തിക്കുന്ന യോഹനാന്മാർ, മാലിക് ദീനും കൂട്ടരും ഇസ്ലാം മതവുമായി ഭാരതത്തിലേക്ക് വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് പള്ളി പണിത് കൊടുത്ത ഹിന്ദുവിനെ, സെന്റ് ജോർജും കൂട്ടരും ക്രിസ്തുമതമായി വന്നപ്പോൾ അവരെ സ്വീകരിച്ച് അവർക്ക് ചർച്ച് പണിത് കൊടുത്ത ഹിന്ദുവിനെ മതം മാറ്റിയേ ഞങ്ങൾ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന, നമ്മുടെ നാട്ടിലൊരു പ്രയോഗമുണ്ട്, എല്ലിൻ്റെ പീസ് കണ്ട തെരുവ് പട്ടികളെ പോലെയൊന്ന്. അല്പം കടുത്ത പദപ്രയോഗമാണ്, പക്ഷേ അവിടെ ഉത്തമമാണ്. യോഹനാൻ ഉത്തമമാണ്. ഒരു ഹിന്ദുവിനെ മതം മാറ്റുമ്പോൾ ഇവർക്കുണ്ടാകുന്ന ആ ഒരു ആവേശമുണ്ടല്ലോ, അതൊരിക്കലും ഒരു ഹിന്ദുവിന് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആലോചിച്ച് നോക്കൂ, നമ്മൾ ലോകത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ ചെന്നിട്ട് ഇവിടുത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും മതം മാറ്റുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പൈസ തരണമെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ലോകത്തിലൊരു ഹിന്ദു പൈസ കൊടുക്കുമോ? കൊടുക്കില്ല. ആ സംസ്കാരം നമ്മുടേതല്ല എന്നതുകൊണ്ട്. എന്നാൽ ഒരു അഖിലയെ ഹാദിയാക്കുവാൻ വേണ്ടിയിട്ട് മണിക്കൂർ കൊണ്ട് 80 ലക്ഷം രൂപയാണ് പിരിച്ചെടുത്തത്. അഖില എന്ന് പറയുന്ന ഹിന്ദുധർമ്മത്തിൽ വട്ടപൂജ്യമായ ഒരു പെൺകുട്ടിയെ പ്രണയത്തിൽ കുടുക്കിയിട്ട് മതം മാറ്റുവാൻ വേണ്ടിയിട്ട് കോടതിക്ക് കാര്യം ബോധ്യപ്പെട്ടപ്പോൾ 6 മാസം അവളുടെ അച്ഛൻ്റെ അമ്മയുടെ അരികിലേക്ക് അയച്ചപ്പോൾ അവളെ ഇസ്ലാമായി നിലനിർത്തുവാൻ വേണ്ടിയിട്ട് മണിക്കൂർ കൊണ്ട് 80 ലക്ഷം രൂപയാണ് പിരിച്ചെടുത്തത്. എന്നാൽ ഇവിടെ ഒരു മുസ്ലിം കുട്ടിയെ ഹിന്ദുവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു 10 രൂപ തരൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കുവാൻ ഒരു ഹിന്ദുവിന് സാധ്യമല്ല. അതാണ് ധർമ്മവും മതഭ്രാന്തും തമ്മിലുള്ള വ്യത്യാസം എന്ന് നാം മനസ്സിലാക്കണം. അവിടെയാണ് ജാഗ്രതയോടുകൂടി കരുതിയിരിക്കണം. പെന്തക്കോസ്റ്റുകളെ കയറി ഇറങ്ങുവാൻ വിടരുത്. നമ്മുടെ വീട്ടിലേക്ക് മതപരിവർത്തനവുമായിട്ട് പെന്തക്കോസ്റ്റുകൾ വന്നു കയറിയാൽ അവിടെ പിടിച്ചു നിർത്തുക, ചായ കൊടുക്കുക, എന്നിട്ട് 10 ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക. ഒരു ക്രിസ്ത്യാനിയും പട്ടിണി കിടക്കുമ്പോൾ ആ വീട്ടിൽ കയറാതെ നീ, ഒരു മുസ്ലിമിന്റെ വീട്ടിലും കയറാൻ ധൈര്യം കാണിക്കാത്ത നീ എന്തുകൊണ്ട് ഹിന്ദുവിന്റെ വീട്ടിൽ കയറി നിരങ്ങുന്നു എന്ന് ചോദിക്കുക. അവന്റെ മതത്തെക്കുറിച്ച് ചോദിക്കുക, അവന്റെ ബൈബിളിനെ കുറിച്ച് ചോദിക്കുക. ആ ചോദ്യം ചോദിക്കാൻ നമ്മൾ പഠിക്കുക. 2 ചോദ്യം കൊണ്ട് ക്രിസ്ത്യാനിയുടെ ആപ്പീസ് നമുക്ക് പൊട്ടിക്കാൻ പറ്റും. ഇത് സർവ്വസാധാരണക്കാരായ ക്രിസ്ത്യാനികളോട് അല്ല, മറിച്ച് ഹിന്ദുവിനെ മതം മാറ്റുന്നത് പുണ്യമാണ് എന്ന് വിശ്വസിക്കുന്ന, ചതിയിലൂടെ വഞ്ചനയിലൂടെ ഈ നാട്ടിലെ ഹൈന്ദവ സമൂഹത്തെ മതം മാറ്റുവാൻ നിരന്തരം പരിശ്രമിക്കുന്ന ഇത്തരം യോഹനാന്മാരെ അർഹിക്കുന്ന രീതിയിൽ ശിക്ഷിക്കപ്പെടണം. അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും നാം നമ്മുടെ കേന്ദ്ര ഭരണകൂടത്തിന് നൽകണം. കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയക്കാരും എല്ലാം തന്നെ ഇത്തരം പണക്കാരുടെ അടിമകളായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവരാരും നമ്മെ രക്ഷിക്കുമെന്ന് നാം ധരിക്കരുത്. കൃത്യമായിട്ട് നമ്മുടെ രക്ഷ, നമ്മുടെ ധർമ്മത്തിന്റെ സംരക്ഷണം നമ്മുടെ കൈകളിലാണ്. ഉത്തമ ബോധ്യം നമുക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.